എന്നോട് പറഞ്ഞു സാനിയും പെരേര ഒരുമിച്ച് എക്സാം എഴുതിയത്. എക്സാം എഴുതി ഒരുമിച്ചെന്ന് പറഞ്ഞാൽ പല പല ബെഞ്ച് ഒരു സ്കൂളിലായിരുന്നു. എന്നിട്ടും എന്തോ സാനി ഇപ്പൊ മൈൻഡ് ചെയ്യുന്നു. കൈ കൊടുത്ത് സംസാരിച്ചതൊക്കെ സാനി അത് കാണുവാണെങ്കിൽ ഞാൻ മറ്റേ ക്യൂൻ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഇതായിട്ട് സംസാരിച്ചാണ്. അപ്പൊ അത് ഫ്രണ്ട്ലി അപ്രോച്ചായിട്ട് ചെയ്തതാ. അത് ചാൻസ് ഒക്കെ ചോദിച്ചു സിനിമയില് അവരെയൊക്കെ നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അപ്പോൾ ഡയറക്ടറൊക്കെ പറയണത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇത് കണ്ടപ്പോ അതാണ് വിഷമം. ഒരുമിച്ച് പഠിച്ചതാണ്, പരീക്ഷയ്ക്ക് ഒരുമിച്ച് കണ്ട് വർത്തമാനം പറഞ്ഞു. അപ്പം എന്നിട്ടും സാനി ഇപ്പൊ മൈൻഡ് ചെയ്യുന്നില്ല. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ബാക്കി എല്ലാ നടിമാരും നമ്മളെ കാണുമ്പോ ഒരു ബഹുമാനമൊക്കെ ഉണ്ട്. ബാക്കി എന്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഫോട്ടോസ് നോക്കുമ്പോ അറിയാം. തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ പരവേശവും പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ കൂടും കുടുക്കെടുത്ത് ഞാൻ കോടമാകത്തോട് പറഞ്ഞേക്കും. അപ്പോ ഇപ്പൊ കുറച്ച് ഫാൻ ബേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. കുറച്ച് ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നു, ഫോട്ടോ എടുക്കുന്നു, അല്ലാതെ ആൾക്കാരെ തെറി വിളിക്കുന്നു. അങ്ങനെ രണ്ട് സൈഡ് ഉണ്ട്. അപ്പൊ ഈ ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വന്ന് ക്രഷ് എന്നോ പ്രപ്പോസ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? സെലിബ്രിറ്റി ലെവൽ അവളായിരിക്കും ഒരേപോലെയൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടൊരു അസൂയ അത്രേ ഉള്ളൂ. നിനക്കും അസൂയില്ലാത്തോണ്ട് കുഴപ്പമില്ല. ഞാനൊരു സിനിമ വിളിച്ചാൽ അവൾ വിളിക്കൂല എന്തായാലും. ഞാനോട് സിനിമയില് ക്യാരക്ടറിൽ അവളെ വെച്ച് വെക്കാനായിട്ട് സജസ്റ്റ് ചെയ്താ നോന്ന് പറയും. എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? മനുഷ്യരാണ് കുറച്ചൊക്കെ വിവരം വേണം. ഇതിപ്പോ മറ്റുള്ളവരെ കൂടെ നാണം കെടുത്താനായിട്ട്. കാരണം ഇത്രയും ഇതാക്കിയതാണല്ലോ, ഒരു റിപ്ലൈ തന്നില്ലല്ലോ. പറയുന്നത് വെച്ചാൽ ഇതിന്റെ അടുത്ത് മൂവിയിൽ സാനിയെ സജസ്റ്റ് ചെയ്താലും പെരേര നോ പറയുന്ന അഭിനയിക്കാൻ താല്പര്യമില്ല. കാരണം അകറ്റി നിർത്തിയോണ്ടാണ് ഒരു സമയത്ത് നോക്കിയിരുന്നോ, അതാണ് തെക്ക്. റിപ്ലൈ പറഞ്ഞില്ല, തിരിച്ചൊരു മറുപടി വന്നില്ല. അത്രയും വിവാദമായിട്ടൊന്നും മറുപടി പറഞ്ഞില്ലല്ലോ. ഒരു സമയത്ത് സാനിയെ അകറ്റി നിർത്തിയോണ്ട് ഇനി എന്തോ ഒരു മൂവിയിൽ സജസ്റ്റ് ചെയ്ത ആ ഒരു വീഡിയോ മറ്റേ പുള്ളി സാനിയ ആരാണ് മൈൻഡ് ചെയ്യൂല കണ്ടു കഴിഞ്ഞാൽ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. സെൽഫി എടുക്കാൻ പോയിട്ട് തടഞ്ഞു മാറ്റി നിർത്തി ആരായിരുന്നു? സാനിയോ? അയ്യോ, അത് ഭയങ്കര വിഷമമാണ്. അതാ പറയുന്നത്. അവനെ കണ്ടാൽ ആർക്കാണോ പ്രേമിക്കാൻ തോന്നുന്നത്? സാനിയപ്പം കൂടെ എക്സാമിനൊക്കെ ഓട്ടോഗ്രാഫ് തന്നില്ലേ? പണ്ട് ക്യൂൻ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, പഠിച്ചപ്പോ ആ സമയത്ത് ഞാൻ മേടിച്ച ഓട്ടോഗ്രാഫൊക്കെ മേടിച്ച കൈയൊക്കെ കൊടുത്ത്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്! എവിടെ നിന്ന് കിട്ടി ഇതിനെ? സാനി ചെയ്യുമ്പോ മാത്രമേ സുന്ദരിയാണ്. നിങ്ങൾ സാനി ചെയ്യുമ്പോ സുന്ദരിയാന്നൊക്കെ പോട്ട് വേണ്ട, മൈൻഡ് ആകുന്നില്ലെന്ന്. പിഞ്ചു കുഞ്ഞാണല്ലേ? ആണോ? വിഷമമാണോ? വിഷമമാണോ അത്? പക്ഷെ കമന്റ് ഒക്കെ ഇട്ടുണ്ടല്ലോ പുള്ളിക്കാരി എന്തോ ഡാൻസ് കളിച്ചിട്ട് ഉളുപ്പുണ്ടോ? ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ നാണം കെട്ടവൻ.